ഹലോ ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ നമ്മുടെ ഫോറക്സ് മാർക്കറ്റിനെ പറ്റി A to Z കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കുന്ന നമ്മുടെ ലേൺ ടു ട്രേഡ് എന്ന സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ മൂന്നാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ 2 ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഫോറക്സ് മാർക്കറ്റിൻ്റെ ബേസിക്സിനെ പറ്റിയിട്ടാണ്. ഇന്ന് കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ കടക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എല്ലാവരും ഒരു നോട്ട്ബുക്കും പെന്നും എടുത്ത് കയ്യിൽ വയ്ക്കുക. പറയുന്നത് പോലെ കൃത്യമായി നോട്ട് എഴുതി തന്നെ മുന്നോട്ട് പോവുക. കൂടാതെ നിങ്ങൾക്ക് വരുന്ന ഓരോ ഡൗട്ട്സും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ക്ലിക്ക് ചെയ്യുക, ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് വരുന്ന ഓരോ ഡൗട്ട്സും അവിടെ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഇനി നേരെ നമുക്ക് ഈ ഒരു സെഷനിലേക്ക് കിടക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം തന്നെ പഠിക്കാനായിട്ട് പോകുന്നത് ഫോറക്സ് മാർക്കറ്റ് അവേഴ്സ് എന്താണ് എന്നാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചിരുന്നത് എന്താ, 24 മണിക്കൂർ ഫോറക്സ് മാർക്കറ്റ് ഓപ്പൺ ആണ്, 5 ദിവസം തിങ്കൾ മുതൽ വെള്ളി വരെ മാർക്കറ്റ് ഓപ്പൺ ആണെന്ന് നമ്മൾ പഠിച്ചു പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ 24 മണിക്കൂറും ഈ ഒരു ഫോറക്സ് മാർക്കറ്റ് പ്രവർത്തിക്കുന്നത് 4 പ്രധാനപ്പെട്ട സെഷൻസ് ആയിട്ടാണ്. 4 പ്രധാനപ്പെട്ട സെഷൻസ് ആയിട്ടാണ് ഫോറക്സ് മാർക്കറ്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്നത്. അല്ലാതെ ഒറ്റ സെഷൻ അല്ല. 24 മണിക്കൂറും ഓപ്പൺ ആയിരിക്കുന്നത് ഒരേ സെഷൻ അല്ല. ഇത് 4 സെഷൻസ് ആയിട്ടാണ് 24 മണിക്കൂറും നമ്മുടെ ഫോറക്സ് മാർക്കറ്റ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ആ ഒരു സെഷൻ എന്നും എപ്പോഴൊക്കെയാണ് ഇന്ത്യൻ സമയത്ത് ഓരോ സെഷൻ ഓപ്പൺ ആകുന്നത്, ഓരോ സെഷൻ ക്ലോസ് ആകുന്നത് എന്ന് കൃത്യമായിട്ട് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ബിഗിനേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു വെബ്സൈറ്റ് യൂസ് ചെയ്യാറുണ്ട്. ആ ഒരു വെബ്സൈറ്റിൻ്റെ നെയിമാണ് babypips.com. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ആ ഒരു വെബ്സൈറ്റ് babypips.com. അപ്പോൾ ഞാനിപ്പോൾ കറൻ്റ്ലി നിങ്ങൾക്ക് ആ ഒരു സ്ക്രീനിൽ പോയി തന്നെ എങ്ങനെയാണ് ഈ ഒരു babypips.com എപ്പോഴാണ് ഓപ്പൺ ആകുന്നത്, ക്ലോസ് ആകുന്നത്, ഏതൊക്കെയാണ് സെഷൻ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. നമുക്ക് നേരെ സ്ക്രീനിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങൾക്ക് babypips.com എന്ന് പറയുന്ന ആ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആയി വരുന്നത്. ഇതിൽ തന്നെ മേളിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാനായിട്ട് കഴിയും. ഇതിൽ തന്നെ ടൂൾസ് സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാം ടൂൾസ് എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഫോറക്സ് മാർക്കറ്റ് ഹവേഴ്സ് എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. ഫോറക്സ് മാർക്കറ്റ് ഹവേഴ്സ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ഫോറക്സ് മാർക്കറ്റ് ഹവേഴ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴേക്ക് ജസ്റ്റ് നമുക്കൊന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇവിടെ ഒരു ക്ലോക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഇന്ത്യക്ക് പുറത്തുള്ളവർ ഈ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടൈം സോൺ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് കഴിയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ US ആളാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇവിടെ ടൈം സോൺ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ സമയം ഓരോ സെഷനും എപ്പോഴാണ് ഓപ്പൺ ആകുന്നത്, ക്ലോസ് ആകുന്നതെന്ന് നമുക്ക് ഈസി ആയിട്ട് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ ഇന്ത്യയിലാണ് ഉള്ളത്, അതുകൊണ്ട് തന്നെ കൊൽക്കട്ടയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഏതൊക്കെയാണ് ആ 4 സെഷൻസ് എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം വരുന്നത് സിഡ്നി സെഷനാണ്, രണ്ടാമത് വരുന്നത് ടോക്കിയോ സെഷനാണ്, മൂന്നാമത് വരുന്നത് ലണ്ടൻ സെഷനാണ്, നാലാമത്തത് ന്യൂയോർക്ക് സെഷനാണ്. അപ്പോൾ ഈ 4 സെഷൻസാണ് ഫോറക്സ് മാർക്കറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ക്ലോക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് സൺഡേ ആണ്, മണി ഇപ്പോൾ 12:09 PM ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലോക്ക് നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രാഗ് ചെയ്യാനായിട്ട് കഴിയും. ആദ്യത്തേത് സിഡ്നി സെഷൻ ഇന്ത്യൻ സമയം എപ്പോഴാണ് ഓപ്പൺ ആകുന്നതെന്ന് ജസ്റ്റ് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഈ ഒരു ക്ലോക്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഡ്രാഗ് ചെയ്തത് ഈ ഒരു പോർഷനിലേക്ക് കൊണ്ട് വയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ വെളുപ്പിന് 2:30 AM, ശ്രദ്ധിക്കുക, വെളുപ്പിന് 2:30 നമ്മുടെ സിഡ്നി സെഷൻ ഓപ്പൺ ആകുന്നത്. സിഡ്നി ഓപ്പണിംഗ് ടൈം എന്ന് പറയുന്നത് വെളുപ്പിന് 2:30 AM. അതേസമയം ക്ലോസ് ആകുന്നത് എത്ര മണിക്കായിരിക്കും? രാവിലെ 11:30 ആകുമ്പോഴേക്കും നമ്മുടെ സിഡ്നി സെഷൻ ക്ലോസ് ആകും. കൃത്യമായിട്ട് ഇതൊന്ന് നോട്ടിൽ എഴുതി പോവുക. സിഡ്നി ഓപ്പൺ ആകുന്നത് 2:30 ക്ലോസ് ആകുന്നത് രാവിലെ 11:30 AM. ഇനി നെക്സ്റ്റ് അതിനുശേഷം നേരെ ടോക്കിയോ സെഷനിലേക്ക് പോകും. അവിടെ നോക്കുവാണെങ്കിലോ ടോക്കിയോ ഓപ്പൺ ആകുന്നത് എപ്പോഴാണ്? വെളുപ്പിന് 5:30 ഓപ്പൺ ആകുന്നത്. 5:30 AM ടോക്കിയോ സെഷൻ ഓപ്പൺ ആകുന്നത്. അതിനുശേഷം ടോക്കിയോ സെഷൻ ക്ലോസ് ആകുന്നത് എപ്പോഴാണ്? ഉച്ചയ്ക്ക് 2:30 ആകുമ്പോഴേക്കും നമ്മുടെ ടോക്കിയോ സെഷൻ ഇവിടെ ക്ലോസ് ആകുന്നതാണ്. കണ്ടോ, ഇവിടെ തന്നെ ആ ഒരു ബാർ കാണാനായിട്ട് കഴിയും. ഇപ്പോൾ ഇത് വീക്കെൻഡ് ആയതുകൊണ്ടാണ് ഇവിടെ കളർഫുൾ ആയിട്ട് കാണാനായിട്ട് സാധിക്കാത്തത്. വീക്ക് ഡേയ്സ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഈ ഒരു പോർഷനിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു എപ്പോഴാണ് ഇന്ത്യൻ സമയത്ത് ഓപ്പൺ ആകുന്നത്, ക്ലോസ് ആകുന്നത് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. ഇപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. 5:30 ഓപ്പൺ ആകുന്നത് ടോക്കിയോ, അതിനുശേഷം ക്ലോസ് ആകുന്നത് ഉച്ചയ്ക്ക് 2:30. ഇനി ലണ്ടൻ സെഷനിലേക്ക് പോകുന്ന സമയത്ത് ലണ്ടൻ സെഷൻ എവിടെയാണ് വരുന്നത്? ഈ ഒരു പോർഷനിലാണ് ലണ്ടൻ സെഷൻ വരുന്നത്. ഉച്ചയ്ക്ക് 12:30 ലണ്ടൻ സെഷൻ ഓപ്പൺ ആകുന്നു. ഉച്ചയ്ക്ക് 12:30 PM ലണ്ടൻ സെഷൻ ഓപ്പൺ ആകുന്നു. അതിനുശേഷം വൈകുന്നേരം ഒരു 9:30 PM 9:30 PM നമ്മുടെ ലണ്ടൻ സെഷൻ ക്ലോസ് ആകുന്നത്. അതിനുശേഷം നാലാമത് എവിടെ പോകും? ന്യൂയോർക്ക് സെഷനിലേക്ക് പോകും. ന്യൂയോർക്ക് സെഷൻ നോക്കുവാണെങ്കിൽ ന്യൂയോർക്ക് സെഷൻ്റെ ഓപ്പണിംഗ് ഇവിടെയാണ് വരുന്നത്. ഈ ഒരു പോർഷനിലാണ് വരുന്നത്. 5:30 5:30 PM ന്യൂയോർക്ക് സെഷൻ ഓപ്പൺ ആകുന്നത്. അതിനുശേഷം അടുത്ത ദിവസം ഇന്ത്യൻ സമയം നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഇന്ന് വൈകുന്നേരം 5:30 ഓപ്പൺ ആയതെങ്കിൽ അടുത്ത ദിവസം ഇന്ത്യൻ സമയം അടുത്ത ദിവസം വെളുപ്പിന് 2:30 ആകുമ്പോഴേക്കും എന്ത് ചെയ്യും? നമ്മുടെ ന്യൂയോർക്ക് സെഷൻ ക്ലോസ് ആകുന്നതാണ്. വീണ്ടും എന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്യും. സിഡ്നി, ടോക്കിയോ, ലണ്ടൻ, ന്യൂയോർക്ക്. വീണ്ടും റിപ്പീറ്റ് ചെയ്യും. സിഡ്നി, ടോക്കിയോ, ലണ്ടൻ, ന്യൂയോർക്ക്. അപ്പോൾ ഇങ്ങനെ
4 സെഷൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടാണ് 24 മണിക്കൂറും ഫോറക്സ് മാർക്കറ്റ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഒരൊറ്റ സെഷനല്ല, 4 പ്രധാനപ്പെട്ട സെഷൻസ് ആയിട്ടാണ് ഫോറക്സ് മാർക്കറ്റ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോറക്സ് മാർക്കറ്റിൽ തന്നെ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ട്രേഡേഴ്സ് വരുന്ന ടൈം എന്ന് പറയുന്നത് ലണ്ടനും ന്യൂയോർക്കും ഓവർലാപ്പ് ചെയ്ത് പോകുന്ന സമയമാണ്. അപ്പോൾ ഏതൊക്കെയാണ് ആ ഒരു ടൈം എന്നൊന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം, വൈകുന്നേരം 5:30 ഒരുപോലെ ലണ്ടൻ സെഷനും ന്യൂയോർക്ക് സെഷനും ഓപ്പൺ ആയിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വൈകുന്നേരം 5:30 മുതൽ വൈകുന്നേരം ഒരു 9:30 വരെ 9:30 PM വരെ 2 സെഷനും ലണ്ടനും ന്യൂയോർക്കും ഓപ്പൺ ആയിരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ട്രേഡേഴ്സ് ആക്റ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നത്. ആ സമയത്താണ് ഏറ്റവും കൂടുതൽ നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ്സും കാര്യങ്ങളും നമ്മുടെ ഫോറക്സ് മാർക്കറ്റിൽ വരാറുള്ളത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. 24 മണിക്കൂർ ഫോറക്സ് മാർക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ എന്താ, 4 സെഷൻസ് ആയിട്ടാണ്. ഏതൊക്കെയാണ് ആ 4 സെഷൻ? സിഡ്നി, ടോക്കിയോ, ലണ്ടൻ, ന്യൂയോർക്ക്. അപ്പോൾ ഇങ്ങനെ 4 സെഷൻസ് ആയിട്ടാണ് ഫോറക്സ് മാർക്കറ്റ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫോറക്സ് മാർക്കറ്റിലെ ലോട്ട് സൈസിനെ പറ്റി ഒന്ന് മനസ്സിലാക്കാം. ഇവിടെ നമുക്ക് കറൻസി പെയറുകൾ മേടിക്കാനും വിൽക്കാനും കഴിയുന്നത് ക്വാണ്ടിറ്റി വൈസിലല്ല. അതായത് €1 €2 5 GBP JPY ഈ രീതിയിൽ നമുക്ക് മേടിക്കാനോ വിൽക്കാനോ കഴിയില്ല. കറൻസി പെയറുകൾ ലോട്ടുകളായിട്ട് മാത്രമേ നമുക്ക് മേടിക്കാനോ വിൽക്കാനോ കഴിയുള്ളൂ. അപ്പോൾ ഇവിടെ എന്താണ് ലോട്ട് എന്ന് പലർക്കും അറിയത്തില്ല. ലോട്ട് എന്ന് പറയുമ്പോൾ ഒരു ബാസ്ക്കറ്റ് ഉണ്ടാവും. ആ ബാസ്ക്കറ്റിനകത്ത് ഒരുപാട് കറൻസി പെയറുകൾ ഉണ്ടാവും, ഒരുപാട് യൂണിറ്റ്സ് ഉണ്ടാവും. ആ യൂണിറ്റ്സ് മുഴുവനായിട്ട് ആ ഒരു ബാസ്ക്കറ്റോട് കൂടിയേ നമുക്ക് മേടിക്കാനോ വിൽക്കാനോ കഴിയുള്ളൂ. അല്ലാതെ 1 യൂണിറ്റ് 2 യൂണിറ്റ് അങ്ങനെ ക്വാണ്ടിറ്റി വൈസിൽ മേടിക്കാനോ വിൽക്കാനോ സാധിക്കത്തില്ല. ഒരു ബാസ്ക്കറ്റിനകത്ത് എന്തുണ്ടാവും? ഒരുപാട് യൂണിറ്റ്സ് ഉണ്ടാവും. അപ്പോൾ അത് മുഴുവനായിട്ട് മാത്രമേ നമുക്ക് മേടിക്കാനോ വിൽക്കാനോ സാധിക്കത്തുള്ളൂ. അതിനെയാണ് നമ്മൾ ലോട്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫോറക്സ് മാർക്കറ്റിൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 0.00 എന്ന രീതിയിലായിരിക്കും ഈ ലോട്ട്, എത്ര ലോട്ട് വേണമെന്ന് നമുക്കിപ്പോൾ ട്രേഡ് പ്ലേസ് ചെയ്യാൻ പോകുന്ന സമയത്ത് ആ ഒരു ബ്രോക്കറിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിനകത്ത് തന്നെ ചോദിക്കും, നിങ്ങൾക്ക് €USDയുടെ എത്ര ലോട്ടാണ് വേണ്ടത്, എത്ര ലോട്ടാണ് മേടിക്കേണ്ടത്, അല്ലെങ്കിൽ എത്ര ലോട്ടാണ് വിൽക്കേണ്ടത് എന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് 0.00 എന്നായിരിക്കും. ശ്രദ്ധിക്കുക, 0.00. അപ്പോൾ എന്താണ് ഈ ഒരു 0.00 നമുക്ക് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാം. ഫോറക്സ് മാർക്കറ്റിൽ ലോട്ടുകളെ 3 ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. 3 ആയിട്ട് നമുക്ക് പ്രധാനമായിട്ടും ഡിവൈഡ് ചെയ്യാനായിട്ട് കഴിയും. അതിൽ ആദ്യത്തേത് സ്റ്റാൻഡേർഡ് ലോട്ടാണ്. അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു 0.00 എന്നായിരിക്കും നിങ്ങൾക്ക് അവിടെ കാണുന്നത്. അതിൽ സ്റ്റാൻഡേർഡ് ലോട്ട് എന്ന് പറയുമ്പോൾ 1.00 മുതൽ അതിന് എബോ ഉള്ളതെല്ലാം സ്റ്റാൻഡേർഡ് ലോട്ടാണ്. 1.00 മുതൽ അതിന് എബോ ഉള്ളതെല്ലാം സ്റ്റാൻഡേർഡ് ലോട്ടാണ്. അപ്പോൾ എന്താണ് ഈ ഒരു 1.00 സ്റ്റാൻഡേർഡ് ലോട്ടാണെന്ന് ഞാൻ പറഞ്ഞു. അതിനകത്ത് 1,00,000 യൂണിറ്റ്സ് ആണുള്ളത്. 1.00 എന്ന സ്റ്റാൻഡേർഡ് ലോട്ടിനകത്ത് 1,00,000 യൂണിറ്റ്സ് ആണുള്ളത്. ഇനി അതേസമയം തൊട്ടടുത്ത് നോക്കുവാണെങ്കിൽ മിനി ലോട്ട് ഉണ്ട്. മിനി ലോട്ടിലേക്ക് വരുമ്പോൾ 0.10 മുതൽ 0.99 വരെ മിനി ലോട്ടാണ്. അപ്പോൾ 0.10 എന്ന് പറയുമ്പോൾ അതിനകത്ത് 10,000 യൂണിറ്റ്സ് ആയിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി വീണ്ടും ഉണ്ട് മൈക്രോ ലോട്ട്. മൈക്രോ ലോട്ടിലേക്ക് വരുമ്പോൾ അത് 0.01 മുതൽ 0.09 വരെയാണ് മൈക്രോ ലോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ 0.01നകത്ത് 1000 യൂണിറ്റ്സ് ആയിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ സ്റ്റാൻഡേർഡ്, മിനി, മൈക്രോ എന്ന 3 രീതിയിലായിരിക്കും നമുക്ക് ലോട്ട് സൈസ് കാണാനായിട്ട് കഴിയുന്നത്. പലരും തെറ്റിദ്ധരിച്ചുകൊണ്ട് 1.00 ലോട്ട് പ്ലേസ് ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ ഫോറക്സ് മാർക്കറ്റിൽ എടുത്ത് നോക്കുവാണെങ്കിൽ സ്റ്റാൻഡേർഡ് ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ ലോട്ട് സൈസാണ്. ഏറ്റവും ചെറിയ ലോട്ട് സൈസ് ആയിട്ട് വരുന്നത് 0.01 ആണ്, മൈക്രോ ലോട്ടാണ്. നിങ്ങളെല്ലാവരും ബിഗിനേഴ്സ് ആയതുകൊണ്ട് തന്നെ മൈക്രോ ലോട്ടിൽ മാത്രമേ ഓരോ ഓർഡേഴ്സും പ്ലേസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. 0.01 ആണ് ഏറ്റവും ചെറിയ ലോട്ട് സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിനി പ്രാക്ടിക്കലി എങ്ങനെയാണ് ഈ ഒരു കറൻസി പെയർ മേടിക്കേണ്ടത്, വിൽക്കേണ്ടത്, ആ ഒരു ഓർഡർ ടൈപ്പിനെ പറ്റിയും ആ ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റിയും ഇനി വരുന്ന സെഷൻസിലായിരിക്കും പഠിച്ച് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റിവേഴ്സ് ചെയ്യാം. ആദ്യം പഠിച്ചത് ഫോറക്സ് മാർക്കറ്റ് അവേഴ്സിനെ പറ്റിയിട്ടായിരുന്നു. അതിനകത്ത് സിഡ്നി സെഷൻ ഉണ്ട്, ടോക്കിയോ സെഷൻ ഉണ്ട്, ലണ്ടൻ സെഷൻ ഉണ്ട്, ന്യൂയോർക്ക് സെഷൻ ഉണ്ട്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മളൊന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ഈ ഒരു സെഷനിലേക്ക് വന്ന സമയത്ത് നമ്മുടെ ലോട്ട് സൈസിനെ പറ്റിയിട്ടായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. സ്റ്റാൻഡേർഡ് ലോട്ട് ഉണ്ട്, മിനി ലോട്ട് ഉണ്ട്, മൈക്രോ ലോട്ടും ഉണ്ട്. അപ്പോൾ അതിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു മനസ്സിലാക്കി. ഇനി പ്രാക്ടിക്കലി ഇതെങ്ങനെയാണ് ലോട്ട് മേടിക്കേണ്ടത്, വിൽക്കേണ്ടത് ഇനി വരുന്ന സെഷനിൽ നമ്മൾ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സെഷൻ മുഴുവനും കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നമ്മുടെ തന്നെ ടെലഗ്രാം കമ്മ്യൂണിറ്റി ഉണ്ടാവും. അതിനകത്ത് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് വേണോ ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ലൈവ് അപ്ഡേറ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കൂടാതെ ഒരുപാട് അപ്ഡേറ്റ്സ് നമ്മുടെ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ട് എല്ലാവരും ജോയിൻ ആകുക, കാര്യങ്ങൾ പഠിച്ചെടുക്കുക. അതുപോലെ തന്നെ കൃത്യമായിട്ട് വരുന്ന ഡൗട്ടുകൾ ചോദിച്ച് ക്ലിയറും ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.